ലഹരിത്തിമിർപ്പിൽ അമിതവേഗത്തിൽ പാഞ്ഞെത്തിയ കാർ ഇടിച്ചൊരു ജീവൻ പൊലിഞ്ഞു. വഡോദരയിൽ അമിതവേഗത്തിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയത് നിയമ വിദ്യാർത്ഥി വാരണാസി സ്വദേശിയായ രക്ഷിത് ചൗരസിയാണ് അപകടശേഷം പോലീസിന്റെ പിടിയിലായത്. ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന ആരോപണം ഇയാൾ നിഷേധിക്കുന്നു. എന്നാൽ പോലീസ് പരിശോധനയിലാണ്. വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് വഡോദരയിലെ കരേലാബാഗിൽ അമിതവേഗത്തിലെത്തിയ കാർ സ്കൂട്ടർ യാത്രക്കാരിയും വഴിയാത്രക്കാരെയും ഇടിച്ചു തെറിപ്പിച്ചത്. സ്കൂട്ടർ യാത്രക്കാരി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. അപകടശേഷം പുറത്തു വന്ന ഡ്രൈവറുടെ പ്രതികരണം ഇതായിരുന്നു. കാർ ഓടിച്ച രക്ഷിത് ചൗരസ്യ സ്വബോധത്തിലല്ലെന്ന് വ്യക്തം. നാട്ടുകാർ പിടികൂടിയാണ് ഇയാളെ പോലീസിനെ ഏൽപ്പിച്ചത്. ഒപ്പമുണ്ടായിരുന്ന പ്രൗൺ ചൗഹാൻ എന്നയാൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പോലീസ് പിടിയിലായി. ഇരുവരുടെയും രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. പ്രതികൾ 2 പേരും വഡോദരയിലെ MS സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥികളാണ്. എന്നാൽ താൻ ലഹരി ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പ്രതി ആവർത്തിക്കുന്നത്. കാർ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ മറ്റൊരു വാഹനത്തിൽ തട്ടിയെന്നും എയർ ബാഗുകൾ തുറന്നു വന്നപ്പോൾ മുൻപിലേക്കുള്ള കാഴ്ച നഷ്ടമായെന്നുമാണ് വാദം. राइट आने का स्पेस था, उस टाइम एक स्कूटी थी और एक कार था. उसके बाद जैसे ही हम लोग अंदर घुसे तो कार छू गई और एयर बैग खुल गया. जैसे एयर बैग खुला कुछ आगे का दिखा नहीं और गाड़ी अपने आप ही डीरेल हो गई. പ്രതികൾ ലഹരി മരുന്ന് എന്തോ ഉപയോഗിച്ചു എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ശാസ്ത്രീയ തെളിവിനായി കാത്തിരിക്കുകയാണ് പോലീസ്. 24 മുംബൈ.